കുറേ കാലമായിട്ട് മനസ്സ് കൊണ്ടെടുക്കുന്ന ഒരു ആഗ്രഹമാണ് ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഇന്ന് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാണ്. നേരെ നമ്മൾ സ്റ്റുഡിയോയിലെത്തിയിട്ട് നേരെ നമ്മൾ പോണ സമയത്ത് നമുക്കൊരാളെ കാണാം അവിടെ. ആരാണ് അയാൾ? അതെ, എൻ്റെ പെങ്ങളെ മോൻകം മാനേജർ, ഒരു വീഡിയോ എഡിറ്ററും കൂടിയാണ്. അങ്ങനെ നമ്മൾ നേരെ കൺസോളിലോട്ട് കയറി ബാഗും കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് നേരെ എൻ്റെ സീറ്റിലോട്ടിരുന്നു. നേരെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പള്ളി പോകാൻ നേരമായി, വെള്ളിയാഴ്ചയായിരുന്നു. നേരെ പള്ളിയിലോട്ട് പോയി. പള്ളി കഴിഞ്ഞ് നേരെ സ്കൂട്ടർ എടുത്ത് വീട്ടിലോട്ട് പോയി. ഫുഡെല്ലാം കഴിച്ചിറങ്ങി. നല്ല മഴയായിരുന്നു. കാർ എടുത്ത് ഇറങ്ങി. നേരെ സ്റ്റുഡിയോയിലെത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങളെ മോൻ കോഫിയും കടിയും കൊണ്ടുവന്നു. അവൻ മസിലൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. സമയം 6 മണിയായി ഗൈസ്. 6 മണിയായിരുന്നു നമ്മൾ സ്റ്റുഡിയോ ടൈം അങ്ങനെ ഡയറ്റ് ഫുഡെല്ലാം കഴിച്ച് വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ഒരാൾ വന്നു. ആരാണ് അയാൾ? അതാണ് എൻ്റെ ഉറ്റ ചങ്ങാതി. 4 മണിക്ക് വരാൻ പറഞ്ഞവൻ 6 മണിക്കാണ് എത്തിയത്. അങ്ങനെ അടുത്ത ആളെ കയറ്റി. ആരാണ് അയാൾ? TM എന്ന അപരനാമത്തിൽ അറിയുന്ന സഫ്വാൻ അല്ല. ശേഷം ബയാനുസമാൻ അഷ്കു പിഷ്കു. നേരെ ജിമ്മിലോട്ട്. അങ്ങനെ ജിമ്മിലെത്തി ഡ്രസ്സെല്ലാം മാറി നമ്മളൊന്ന് നോക്കുന്നുണ്ട്. ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ സെറ്റാണ്. അങ്ങനെ നേരെ നമ്മൾ താഴോട്ട് പോവുകയാണ്. താഴെയാണ് ഇതിൻ്റെ ലോവർ ബോഡി സെഷനൊക്കെ ഉള്ളത്. താഴെ എത്തിയപ്പോൾ ഗൈസ് നമ്മുടെ TM ഫോണിലാണ്. നമ്മൾ ബയാനും അഷ്കും വാമപ്പ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഞാനും വാമപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡെഡ് ലിഫ്റ്റ് ആണ്. ഡെഡ് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ മുകളിലോട്ട് പോയി ഗൈസ്. മുകളിലോട്ടെന്ന് പറയുമ്പോൾ ജിമ്മിൻ്റെ മുകളിലോട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ ഇന്ന് കേൾക്കാൻ കഴിയില്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഇന്ന് നമ്മുടെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ വിങ്സ് ആൻഡ് ബൈസെപ്സ് ആയിരുന്നു. അങ്ങനെ വർക്കൗട്ടുകളൊക്കെ ഏകദേശം കഴിഞ്ഞ ശേഷം ആംസിനും കൂടെ ഒന്ന് കളിച്ചു കേട്ടോ ഗൈസ്. കുറച്ച് നേരം നടക്കുക ഓടിയെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും മേലെത്തി സംശമീർ നിർവൃതി അടയുന്നു ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം.